PSC മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് PM ശ്രീ സ്കീമിനെ കുറിച്ചാണ്. PM ശ്രീ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. PM ശ്രീയുടെ ഫുൾ ഫോം പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. PM ശ്രീ പദ്ധതി നിലവിലുള്ള 14,500 സ്കൂളുകളെ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളുള്ള മോഡൽ സ്കൂളുകളാക്കി ഉയർത്താൻ ലക്ഷ്യമിടുന്നു. പദ്ധതി ആരംഭിച്ചത് 2022 സെപ്റ്റംബർ 7-നാണ്. 2022 സെപ്റ്റംബർ 7-നാണ് പദ്ധതി ആരംഭിച്ചത്. 2022 സെപ്റ്റംബർ 7-നാണ് വന്നതെങ്കിലും കേരളം അംഗീകരിച്ചിരുന്നില്ല. അതായത് തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലേക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ അതായത് SSA ഫണ്ടിൽ 4,000 കോടി രൂപ ഉടൻ അനുവദിക്കാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തു. PM ശ്രീ പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഈ സംസ്ഥാനങ്ങൾ ഒപ്പുവയ്ക്കാത്തതിനാലാണ് ഫണ്ട് തടഞ്ഞുവച്ചിരുന്നത്. SSA PM ശ്രീയേക്കാൾ മുമ്പേ നിലവിലുണ്ടെന്നും വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുന്നത് അത് അത്യാവശ്യമാണെന്നും റിപ്പോർട്ട് വാദിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള കേന്ദ്ര കുടിശ്ശികയായ 1,148 കോടി രൂപ ഉൾപ്പെടെ 1,466 കോടി രൂപ നേടാൻ കഴിയും. ആ തുക പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലായപ്പോഴാണ് വൈകിയാണെങ്കിലും പദ്ധതിയിൽ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. SSA സർവശിക്ഷ അഭിയാൻ ഇത് നിലവിൽ വന്നത് 2001-ലാണ്. SSA നിലവിൽ വന്നത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം സാർവത്രികമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് SSA. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ ഇത് സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നു. ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്കൂൾ അടിസ്ഥാന സൗകര്യ വികസനം, അധ്യാപക പരിശീലനവും നിയമനവും, പഠന ഫല മെച്ചപ്പെടുത്തലുകൾ, പിന്നാക്ക വിഭാഗങ്ങൾക്ക് സമഗ്ര വിദ്യാഭ്യാസം എന്നിവയായിരുന്നു. PM ശ്രീ ധനസഹായ പദ്ധതി നോക്കാം. NEP 2020 പ്രകാരം NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം ആരംഭിച്ച ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം 14,500 മാതൃകാ സ്കൂളുകൾ സ്ഥാപിക്കുക. ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സമഗ്ര വിദ്യാഭ്യാസം അതായത് അനുഭവങ്ങളിലൂടെയും അന്വേഷണത്തിലൂടെയും ഉള്ള പഠനം, 21-ാം നൂറ്റാണ്ടിലെ നൈപുണ്യ വികസനം, പരിസ്ഥിതി സൗഹൃദ അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് ഹരിത കെട്ടിടങ്ങൾ, ജലസംരക്ഷണം, മാലിന്യ പുനരുപയോഗം, മനഃപ്പാഠമാക്കിയ പഠനത്തിനു പകരം കഴിവ് അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തൽ. PM ശ്രീ സ്കൂളുകളുടെ പ്രധാന സവിശേഷതകളാണ് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ലാബുകൾ, ലൈബ്രറികൾ, ആർട്ട് റൂമുകൾ, സാങ്കേതിക വിദ്യയുടെ സംയോജനം, സ്മാർട്ട് ക്ലാസ് മുറികളും ഡിജിറ്റൽ പഠന ഉപകരണങ്ങളും, സമഗ്ര പഠന സമീപനം. ആദ്യകാലങ്ങളിൽ കളി അടിസ്ഥാനമാക്കിയുള്ള പഠനം, പഴക്കമുള്ള അധ്യാപന രീതികൾ, സ്കൂൾ ഗുണനിലവാര വിലയിരുത്തൽ ചട്ടക്കൂട് SQAF സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക്. സ്കൂൾ ഗുണനിലവാരം വിലയിരുത്താൻ വേണ്ടിയുള്ള ഒരു ഫ്രെയിംവർക്കാണ് SQAF. ഉയർന്ന നിലവാരം നിലനിർത്തുന്നതിന് പതിവ് വിലയിരുത്തൽ. ബജറ്റ് 5 വർഷത്തേക്കാണ്. 2022-23 മുതൽ 2026-27 വരെയാണ്. 27,360 കോടി രൂപ. ഇതിന്റെ കേന്ദ്ര വിഹിതം 18,128 കോടിയാണ്. 5 വർഷത്തേക്കാണ് ബജറ്റ്. 2022-23 മുതൽ 2026-27 വരെ 27,360 കോടിയും കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 18,128 കോടിയുമാണ്. നമുക്കിതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സാംസിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫുൾ ഫോം ഓഫ് PM ശ്രീ Prime Minister's School for Rising India. When was the PM ശ്രീ scheme launched? September 7, 2022.
വാട്ട് ഈസ് ദ എയിം ഓഫ് PM ശ്രീ സ്കീം? എയിം എന്ന് പറയുന്നത് നിലവിലുള്ള സ്കൂളുകളെ ഗുണപരമായി ശക്തിപ്പെടുത്തുകയും 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നടത്തിപ്പ് പ്രദർശിപ്പിക്കുകയും ഒരു നിശ്ചിത കാലയളവിൽ അവയെ മാതൃകാ സ്കൂളുകളാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് PM ശ്രീ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഏതൊക്കെ സ്കൂളുകളാണ് PM ശ്രീ സ്കൂളുകളാൽ യോഗ്യതയുള്ളത്? കേന്ദ്ര സർക്കാർ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന സ്കൂളുകൾ, സ്ഥിരം കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പദ്ധതിരഹിതമായ എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളും, നവോദയ വിദ്യാലയങ്ങളും. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്, മനസ്സിലാക്കി വയ്ക്കുക. ഈ പദ്ധതിയിൽ എത്ര PM ശ്രീ സ്കൂളുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്? JNV, ജവഹർ നവോദയ വിദ്യാലയ, KVകളും ഉൾപ്പെടെ 14,500-ലധികം സ്കൂളുകൾ. ഈ പദ്ധതിയുടെ സ്പോൺസറിംഗ് വകുപ്പ് ഏതാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പദ്ധതിയുടെ സ്വഭാവം എന്താണ്? ഇതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. പദ്ധതിയുടെ ആകെ ചെലവ് എത്രയാണ്? 5 വർഷത്തേക്ക് 27,360 കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ്. 5 വർഷത്തേക്ക് ആകെ കേന്ദ്ര വിഹിതം 18,128 കോടി രൂപയും സംസ്ഥാന വിഹിതം 9,232 കോടി രൂപയുമാണ്. കേന്ദ്ര വിഹിതം 18,128 കോടി രൂപയും സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് 9,232 കോടി രൂപയുമാണ്. ഈ പദ്ധതിയുടെ ഫണ്ടിംഗ് പാറ്റേൺ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള 60:40 ഫണ്ടിംഗ് അനുപാതമാണ് ഈ പദ്ധതി പിന്തുടരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 60%, സ്റ്റേറ്റിൽ നിന്നും 40%. വടക്കു കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 90:10 എന്ന അനുപാതത്തിലാണ്. 90:10. നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 100% എന്ന അനുപാതത്തിലുമാണ് വിഹിതം പങ്കിടുന്നത്. പദ്ധതിയുടെ കാലാവധി എത്രയാണ്? പദ്ധതിയുടെ കാലാവധി 2022-23 മുതൽ 2026-27 വരെയാണ്. അതിനുശേഷം ഈ സ്കൂളുകൾ നേടിയ മാനദണ്ഡങ്ങൾ നിലനിർത്തുന്നത് തുടരേണ്ടത് സംസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഉത്തരവാദിത്തമായിരിക്കും. ഇന്ത്യയിലുടനീളം PM ശ്രീ സ്കൂളുകൾ എങ്ങനെയാണ് അനുവദിക്കുക? ഇന്ത്യയിലുടനീളം 14,500 എന്ന ഉയർന്ന പരിധിയോടെ ഓരോ ബ്ലോക്കിലും ULB അർബൻ ലോക്കൽ ബോഡിയിലും പരമാവധി 2 സ്കൂളുകൾ, ഒരു എലിമെന്ററിയും ഒരു സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറിയും തിരഞ്ഞെടുക്കണം. PM ശ്രീ സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പിന് നിരീക്ഷണത്തിനുമായി സ്കൂളുകളുടെ ജിയോ ടാഗിംഗ് നടത്തുന്നു. ജിയോ ടാഗിങ്ങിനായി ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സ് ആണ് സഹായിക്കുന്നത്. ജിയോ ടാഗിങ്ങിന് സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സ്, BISAG-N. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ പില്ലേഴ്സ് ഓഫ് PM ശ്രീ സ്കൂൾസ്? NEP 2020 9 അധ്യായങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ 6 തൂണുകളാണ് PM ശ്രീ സ്കൂളുകൾക്കുള്ളത്. അതായത് പില്ലാർ 1 എന്ന് പറയുന്നത് ആക്സസ്, ഇൻഫ്രാസ്ട്രക്ചർ, അഡിക്വസി, ഫങ്ഷണാലിറ്റി, എസ്തെറ്റിക് ആൻഡ് സേഫ്റ്റി. അതായത് അഡിക്വസി പര്യാപ്തത, ഫങ്ഷണാലിറ്റി പ്രവർത്തനക്ഷമത, എസ്തെറ്റിക് സൗന്ദര്യശാസ്ത്രം, സേഫ്റ്റി സുരക്ഷ. പില്ലാർ 2 ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സ്കൂൾ ലീഡർഷിപ്പ് മാനവ വിഭവശേഷിയും സ്കൂൾ നേതൃത്വവും. ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സ്കൂൾ ലീഡർഷിപ്പ് മാനവ വിഭവശേഷിയും സ്കൂൾ നേതൃത്വവും. പില്ലാർ 3 പറയുന്നത് മാനേജ്മെന്റ്, മോണിറ്ററിംഗ് ആൻഡ് ഗവേണൻസ്. മാനേജ്മെന്റ്, മോണിറ്ററിംഗ് ആൻഡ് ഗവേണൻസ് ആണ് പില്ലാർ 3 പറയുന്നത്. പില്ലാർ 4 പറയുന്നത് ബെനിഫിഷ്യറി സാറ്റിസ്ഫാക്ഷൻ, ഗുണഭോക്തൃ സംതൃപ്തി. ബെനിഫിഷ്യറി സാറ്റിസ്ഫാക്ഷൻ ആണ് പില്ലാർ 4 പറയുന്നത്. പില്ലാർ 5 കരിക്കുലം, പെഡഗോഗി ആൻഡ് അസസ്മെന്റ്. കരിക്കുലം, പെഡഗോഗി ആൻഡ് അസസ്മെന്റ് ആണ് പില്ലാർ 5 പറയുന്നത്. പാഠ്യപദ്ധതി, പെഡഗോഗി, വിലയിരുത്തൽ
ഇതാണ് പില്ലാർ 5-ൽ പറയുന്നത്. പില്ലാർ 6-ൽ പറയുന്നത് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് ആൻഡ് ജെൻഡർ ഇക്വിറ്റി. ഇൻക്ലൂസീവ് പ്രാക്ടീസസ് ആൻഡ് ജെൻഡർ ഇക്വിറ്റി. ഉൾക്കൊള്ളുന്ന രീതികളും ലിംഗസമത്വവുമാണ് പില്ലാർ 6-ൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ സ്കീം? വാട്ട് ഈസ് ദ മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ സ്കീം? SQAF ആണ് മോണിറ്റർ ചെയ്യുന്നത്. സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക്. സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക് is developed specially for this scheme. The scheme also have a comprehensive, robust ICT-based tracking, monitoring and evaluation mechanism to monitor the quality. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള PMSRI പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. കൂടുതൽ മനസ്സിലാക്കുന്നതിനായി നിങ്ങൾ PMSRIയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.